Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കുരുന്നുകരങ്ങൾ ഒത്തുചേർന്നപ്പോൾ തരിശുനിലം കതിരണിഞ്ഞു. പുളിയനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വാളണ്ടിയേഴ്സ് ആണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ പദ്ധതിയിലൂടെ 100 മേനി വിളയിച്ചത്. മനുഷ്യജീവന് അത്യന്താപേക്ഷിതമായ കാർഷിക വൃത്തിയെ കൈവിടാതെ ചേർത്തു നിർത്തുകയാണ് പുളിയനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ. സ്കൂളിന് സമീപം മനക്കപ്പടി ഈസ്റ്റ് പാടശേഖരത്തിൽ 10 വർഷത്തിലേറെയായി തരിച്ചുകിടന്നിരുന്ന പാടത്താണ് കുട്ടികൾ ചേർന്ന് നെൽകൃഷി ഇറക്കിയത്. ഒഴിവുള്ള സമയങ്ങളിൽ കുട്ടികൾ ക്ലാസ് മുറിയിൽ നിന്ന് പാടത്തേക്കു നീങ്ങി. 3 മാസത്തെ കഠിന പരിശ്രമം കതിർമണികളായി പൂത്തുലഞ്ഞപ്പോൾ കുഞ്ഞു മനസ്സുകളിൽ അതിരുകളില്ലാത്ത ആഹ്ലാദം അലയടിച്ചു. പുളിയനം സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ചെയ്ത ഒരു നന്മ പ്രവൃത്തിയാണിത്. ഏകദേശം 10 വർഷത്തോളം ഒരു കൃഷിയും ചെയ്യാതെ കിടന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു നെൽകൃഷി ഇറക്കിയത്. ഏകദേശം 3 മാസത്തോളം നമുക്കിതിന് ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ അറിയുന്നില്ല അതിൻ്റെ വില, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്ത ആളുടെ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് വേണ്ടെങ്കിൽ നമ്മളത് കളയാണ്. പക്ഷേ ഇന്നത്തെ തലമുറ മെയിനായിട്ട് ഈ കൃഷികൾ ചെയ്യുകയോ അല്ലെങ്കിൽ കൃഷികളെക്കുറിച്ച് അറിയുകയോ ഒന്നും ചെയ്യാത്ത ഒരു തലമുറയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് വേറിട്ടാണ് പുളിയനം സ്കൂളിലെ 100 NSS വോളണ്ടിയേഴ്സും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഈ നിലമുരക്കുന്നത് തൊട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളും മനസ്സിലായി. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളത് വേസ്റ്റാക്കി കളഞ്ഞ ഒരാളുടെ അധ്വാനമാണ് അവിടെ പോകുന്നത് എന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ പോലത്തെ ഒരു അവസരം എല്ലാ സ്കൂളിലെയും എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാവണം ഇങ്ങനെയാണ്, ഇതാണ് എന്നൊന്ന് എല്ലാവർക്കും മനസ്സിലാവണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഇത്രയും 3 മാസത്തെ അധ്വാനമാണ് ഇന്നിവിടെ നെല്ലായിട്ട് കൊയ്തേക്കണത്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. കാരണം എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. അതായത് ഏകദേശം ഒക്ടോബറിലാണ് ഞങ്ങൾ ഇതിൻ്റെ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ബ്രിട്ടോ സാറ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ വളരെ എളുപ്പമുള്ളൊരു പണിയായിരിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പാടം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ആ ദയനീയത ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം പുല്ലൊക്കെ പിടിച്ച് ഒരു പാടമാണെന്ന് നമുക്ക് തോന്നില്ല. പിന്നീട് ഞങ്ങളുടെ ഒരുപാട് അധ്വാനത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഇത്ര ഇതാക്കിയെടുത്തത്. അതിനുശേഷം ഒരു കർഷകൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ വെള്ളം, ഇതിന് കൃത്യമായിട്ടുള്ള വെള്ളം മോഡറേറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താ പറയുക, തരിശു ഭൂമി, അതായത് ഇപ്പം പുല്ല് പിടിച്ച് ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഈ ഭൂമികളെല്ലാം വീണ്ടും നെല്ലിനായി ഇത് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള യുവതലമുറകളിൽ കൃഷിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണർത്തുക എന്നതുമാണ്. അപ്പോൾ എന്തായാലും വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. മനസ്സ് നന്നാവട്ടെ. അപ്പോൾ ഞങ്ങളുടെ പുളിയനം സ്കൂളിലെ എല്ലാവരും കൂടി ചെയ്തൊരു വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ ചോറ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. ഇതിൻ്റെ ഒത്തിരി പ്രോസസ്സ്, ഇപ്പോൾ പാടത്ത് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് ജോലി കിട്ടുക, അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്നൊരിതാണ്. പക്ഷേ ഇപ്പോൾ കൃഷിയെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കാൻ ഇതിലൂടെ ഒരുപാട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ബ്രിട്ടോ സാറിനും അതുപോലെ തന്നെ പ്രിൻസിപ്പളിനും പിന്നെ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. വൈകിട്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടായാലും ഇവിടെ കുറേ നേരം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരുക്കിയെടുക്കാൻ സാധിച്ചത്. ഞങ്ങൾ ആദ്യം വന്ന് കണ്ടപ്പോൾ ചെളിയും അങ്ങനെ മൊത്തം മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. പിന്നെ എല്ലാ NSS വോളണ്ടിയേഴ്സും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത്. ഇതിലൂടെ ഒരു കർഷകൻ എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്നും ഒരു കർഷകൻ ഇങ്ങനെ നെല്ല് ഒരുക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുവതലമുറകളിൽ കൃഷിയെ കുറിച്ചുള്ള ബോധം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇതുപോലെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ
സാധിച്ചു. ജനപ്രതിനിധികളും അധ്യാപകരും PTA ഭാരവാഹികളും കർഷകരുമെല്ലാം ചേർന്ന് കൊയ്ത്തുത്സവം ഗംഭീരമാക്കി. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വളരെ ആഹ്ലാദകരമായൊരു ചടങ്ങാണിത്. നമ്മുടെ സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്, NSS യൂണിറ്റിലെ പ്രവർത്തകരാകെ ചേർന്ന് 50 സെന്റ് സ്ഥലം, ഏതാണ്ട് 10 വർഷക്കാലം തരിച്ചു കിടന്ന പാടശേഖരത്തിൽ അതിൻ്റെ 50 സെന്റ് സ്ഥലത്ത് നല്ലതുപോലെ അധ്വാനിച്ചുകൊണ്ടാണ് ഇവര് ഇന്ന് നമുക്ക് കൊയ്യാൻ കണക്കാക്കിക്കൊണ്ട് ഇവിടെ പാടം വിളഞ്ഞു നിൽക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു ശരിയായ സന്ദേശം നൽകാൻ ഇത്തരം കാര്യങ്ങൾ സഹായകരമാകും. ഏതാണ്ട് 2000 മുതൽ നമ്മുടെ പല പാടശേഖരങ്ങളും തരിച്ചു കിടക്കുകയാണ്. കാർഷിക അനുഭവങ്ങളില്ലാത്ത ഒരു തലമുറ, ഏതാണ്ട് അവർക്കൊരു 10-25 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക അനുഭവങ്ങളില്ലാത്തൊരു തലമുറയായി നമ്മൾ മാറുന്നു. അതിനെ മറികടക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് മുൻകൈയെടുത്ത് സ്കൂളുകളിൽ അക്ഷരമുറ്റത്ത് പൂവും കായും എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപാദനം എന്നതാണ്. പച്ചക്കറി ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഒരു കാർഷിക സംസ്കാരം എന്ത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ, കൃഷി രീതികൾ അവർക്ക് മനസ്സിലാക്കാൻ, കൃഷി എന്നുള്ളത് തങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ച് ഇന്ന് ഇപ്പൊ ഇവിടെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്. ഇവിടെ കുട്ടികൾ മാത്രമായിരിക്കില്ല, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകര്, കർഷകരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം ഇവിടെ ഇപ്പോൾ നമുക്ക് കൊയ്യാൻ പാകത്തിന് ആക്കിയിട്ടുള്ളത്. ഇതൊരു മാതൃകയായി ഇനി ഈ പാടശേഖരം തരിച്ചിടില്ല എന്ന് നമ്മുടെ നാട്ടിലെ കർഷകർ തീരുമാനിക്കണം. ഇപ്പോ നമ്മൾ തരിശുരഹിത പാറക്കടവ് എന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കുകയാണ്. ഞങ്ങള് ചുമതലയേറ്റ ഘട്ടത്തിലുണ്ടായിരുന്ന നെൽകൃഷിയുടെ അളവ് ഏതാണ്ട് 500 ഹെക്ടറാണ്. ഇന്ന് ബ്ലോക്ക് അതിർത്തിയിൽ അഭിമാനകരമായി നമുക്ക് പറയാം ഏതാണ്ട് അതിന്റെ ഇരട്ടി, ഏതാണ്ട് 1000 ഹെക്ടർ ഭൂമി ഇന്ന് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് പഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ജില്ലാ പഞ്ചായത്തിന്റെ, വകുപ്പിന്റെ ഒക്കെ വലിയ നിലയിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. കാർഷിക മേഖലയിൽ ചില പ്രയാസങ്ങൾ കൂടി നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൂടി പരിഹരിച്ചാൽ മെച്ചപ്പെട്ട നിലയിൽ, പ്രത്യേകിച്ച് പാറക്കടവ് പോലുള്ളൊരു പഞ്ചായത്ത് വളരെ കാർഷിക പ്രധാനമായൊരു പഞ്ചായത്താണ്. അവിടെ ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്നാൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാർഷിക മേഖലയുടെ ഒരു പ്രതാപത്തെ വീണ്ടെടുക്കാൻ സഹായകരമാകും. ഇതിന്റെ പിന്നിലുള്ള നാഷണൽ സർവീസ് സ്കീം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവര് ഇതിന് മുൻകൈ എടുക്കുക എന്നത്, അതിന്റെ വോളണ്ടിയർ സെക്രട്ടറിയും പ്രോഗ്രാം ഓഫീസർ ഉൾപ്പെടെയുള്ള അധ്യാപകരെയും ഈ ഘട്ടത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. NSS എന്ന ഒരു മറ്റേതെങ്കിലും ഒരു സംഘടന പോലെയല്ല, സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നാഷണൽ സർവീസ് സ്കീം സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് നോട്ട് മീ ബട്ട് യു എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തിയിട്ടാണ് NSS പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ അവർ മുൻകൈ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സമൂഹമാകെ അതിന്റെ പിന്നിൽ അണിനിരക്കും. എല്ലാവർക്കും ഇതിന്റെ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ബിബിൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താര സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം PR രാജേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ MM റിയാമോൾ, ഹെഡ്മാസ്റ്റർ KB പ്രകാശ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി PV അയ്യപ്പൻ, NSS പ്രോഗ്രാം ഓഫീസർ ജോസ്ഫിൻ ബ്രിട്ടോ, കോർഡിനേറ്റർ ES നാരായണൻ, ജിൻസി ഷൈജു, TJ ബേബി, PV മുരുകദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. NSS വോളണ്ടിയർമാരായ ഏഞ്ചൽ ഷിബു, ഏബൽ ഷാജി, ആൽമിനി സേവ്യർ, ജോസഫ് P ജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ പദ്ധതി പ്രാവർത്തികമാക്കിയത്. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കൃഷി. കൃഷിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ കൃഷിയിലൂടെയാണ് നമ്മൾ നേടുന്നത്. പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കൃഷി വേണം. കൃഷി അന്യം നിന്ന് പോകുന്നൊരു രീതിയാണ് നമുക്ക് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കി കൃഷിയിലൂടെ നമ്മുടെ സംസ്കാരം വീണ്ടെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്.
ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.